ഹായ് ഗൈസ്, ഈ ചക്ക വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഈ ചക്കേനെ നമുക്ക് 2 പീസാക്കാം. ഒരു പീസ് പഴുക്കാനും വെക്കാം, ഒരു പീസ് കറിയും വെക്കാം. ഈ ചക്ക വെട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ ചെറിയ പീസിനെ വെട്ടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ചുള പറിക്കലാണ് അടുത്ത ടാസ്ക്. കറക്റ്റായിട്ട് ആ മൂക്ക് ചെത്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുള പറിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ കൈ മുറിയേ, അല്ലാന്നുണ്ടെങ്കിൽ മൂക്കുമ്മലേക്ക് ചെത്താൻ പറ്റാതിരിക്കേ, ചുള പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് എല്ലാം വളരെ കറക്റ്റായിരുന്നു. അങ്ങനെ സാവധാനം ഇരുന്ന് ചുളയൊക്കെ പറിച്ചു. ഇതിപ്പോൾ എത്ര മണിക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയായിട്ടുണ്ടാവും കേട്ടോ. ഇതുവരെ ചോറിട്ടില്ല. രാവിലെ 10 മണിയല്ല, വൈകിട്ട് 10 മണി. ചക്ക കിട്ടിയത് നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ ഇന്ന് തന്നെ ഇത് വേവിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളേക്ക് ഇത് പുളി വരും. അപ്പോൾ പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കിത് എടുത്ത് കാച്ചല്ലേ വേണ്ടു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇന്ന് തന്നെ കഷ്ടപ്പെട്ടിരുന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത്ര ലേറ്റായി, അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇതൊരു വീഡിയോ ആക്കിയാലോ എന്ന്. അയ്യോ, സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ ചക്കത വെന്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി കൂട്ടാൻ കാച്ചാം. ഇപ്പം ഞാൻ കൂട്ടാൻ കാച്ചണത് പിറ്റേ ദിവസമാണ്. കാരണം ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാരണം എണ്ണ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് കൂട്ടാൻ കാച്ചണത്. അപ്പോൾ കറി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.